Hello, good morning. Screen okay ആണോ? Hello. Okay. So, okay. Good morning. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള കോഡ് പഠിച്ചു അല്ലേ? എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക? ഒബ്ജക്റ്റിന് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി മീൻസ് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേഴ്സണിനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ? സോ പേഴ്സണിന് ഫസ്റ്റ് നെയിം ഉണ്ടാവും, ലാസ്റ്റ് നെയിം ഉണ്ടാവും, ഏജ്, ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ആയിട്ട് വരിക. ഓക്കെ. സോ എങ്ങനെയാണ് നമ്മൾ അതിന് ആക്സസ് ചെയ്യുന്നതും പഠിച്ചു. സോ
നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ്, ന്യൂമറിക് ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. പിന്നെ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തത് അരിത്തമെറ്റിക് ആണ്. പിന്നെ കമ്പാരിസൺ, റിലേഷണൽ, അസൈൻമെന്റ് ആൻഡ് കണ്ടീഷണൽ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. കാരണം ഇൻ കേസ് നമുക്ക് പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണമല്ലോ. സോ അതിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രാമും കോഡും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി എന്താണ്? നമ്മൾ സിയിലൊക്കെ പഠിച്ചതുപോലെ പ്രിസിഡൻസ് മീൻസ് പ്രയോറിറ്റി. ഓക്കെ, ആർക്കാണ് ഹയർ പ്രയോറിറ്റി? ഇപ്പം ഇൻക്രിമെന്റ്. ഓക്കെ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, യൂണറി മൈനസ്, യൂണറി പ്ലസ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നെക്സ്റ്റ് ആണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ. അത് കഴിഞ്ഞിട്ട് ബൈനറി പ്ലസ്, ബൈനറി മൈനസ്. ദെൻ ആണ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെയൊക്കെ വരുന്നത്. സോ ഈ ഓരോ ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതായത് പ്രിസിഡൻസ് ആർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, ഇനി ഒരു എക്സ്പ്രഷനിൽ സെയിം പ്രസിഡൻസിലുള്ള എല്ലാവരും ഒരു എക്സ്പ്രഷനിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പം എ ഇൻറ്റു ബി പ്ലസ് സി മൈനസ് ഡി ഡിവൈഡഡ് ബൈ ഇ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ലോങ് എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് അറിയില്ല എങ്ങനെ ചെയ്യണമെന്ന്. സോ ഒരു സ്പെസിഫിക് ലാംഗ്വേജ് അതിന് എന്തുണ്ടാവും? ഒരു ഓർഡർ പറഞ്ഞു കൊടുക്കും. അതായത് ഇപ്പൊ ഇവിടെ ഇൻറ്റു, ഡിവൈഡ്, മോഡുലോ ഒരു എക്സ്പ്രഷനിൽ വന്നു കഴിഞ്ഞാൽ ദേ ആർ ഹാവിങ് സെയിം പ്രസിഡൻസ്. അവരുടെ പ്രയോറിറ്റി എന്താണ്? സെയിം ആണ്, എല്ലാവർക്കും സെയിം പ്രയോറിറ്റിയാണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് എ കൺഫ്യൂഷൻ. ഓക്കെ, ആര് ഫസ്റ്റ് പെർഫോം ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ വരും. സോ അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറാണ് അസോസിയേറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഒരേ പ്രസിഡൻസ് ഒരു ലെവലിലുള്ള ആൾ വന്നു കഴിഞ്ഞാൽ, എക്സ്പ്രഷനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെർഫോം ചെയ്യണം? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണോ അല്ലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണോ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യേണ്ടത്? അതാണ് അസോസിയേറ്റിവിറ്റി പറയുന്നത്. ഓക്കെ, പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഓർഡർ ആണ്. ഇനി സെയിം പ്രയോറിറ്റി ഉള്ള ആൾക്കാരാണ് ഒരു എക്സ്പ്രഷനിൽ വന്നതെങ്കിൽ ഹൗ വി ഹാവ് ടു പെർഫോം, അതാണ് അസോസിയേറ്റിവിറ്റി. അത് നോർമലി 2 വാല്യൂസ് ആ പറയാം, ലെഫ്റ്റ് ടു റൈറ്റും അതുപോലെ റൈറ്റ് ടു ലെഫ്റ്റും. ലെഫ്റ്റ് നിന്ന് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, എക്സ്പ്രഷൻ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നിട്ടും എക്സ്പ്രഷൻസ് സോൾവ് ചെയ്യാം. ഈ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാരിയബിൾസും ഓപ്പറേറ്റേഴ്സിന്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പ്രഷൻ. അതായത് എ പ്ലസ് ബി, അതൊരു എക്സ്പ്രഷൻ ആണ്. ഇനി എ ഇൻറ്റു ബി മൈനസ് ഡി എക്സ്പ്രഷൻ ആണ്. അതുപോലെ എല്ലാ ഓപ്പറേറ്റേഴ്സും, ഇതിൽ വരുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എക്സ്പ്രഷൻ. ഓക്കെ, ഇതാണ് പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി. നെക്സ്റ്റ് നോക്കൂ. ഇപ്പൊ നമ്മൾ നോക്കുക, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേർ എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 4, സി ഡി നമ്മൾക്ക് ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, സി ഈക്വൽ ടു എന്താണ് എക്സ്പ്രഷൻ? 3 പ്ലസ് എ ഇൻറ്റു ബി. ഓക്കെ, 3 പ്ലസ് എ ഇൻറ്റു ബി. അപ്പോൾ അവിടെ എന്താ നോക്കേണ്ടത്? ദർ ആർ 2 ഓപ്പറേറ്റേഴ്സ്, പ്ലസും ഉണ്ട് ഒരു മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, ആൻഡ് 3 ഡാറ്റ. ഓക്കെ, 3 ഓപ്പറൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? 3 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റും എയും ബിയും. അപ്പോൾ എയുടെ വാല്യൂ നമുക്കറിയാം 2 ആണ്, ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ ഇങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അസോസിയേറ്റിവിറ്റി ടേബിൾ നോക്കണം. അപ്പൊ അതില് നമുക്ക് പ്ലസും ഉണ്ട് ഇൻറ്റും ഉണ്ട്. ഈ പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബൈനറി പ്ലസ് ആ, കാരണം രണ്ടാളുടെ ഇടയിലാണ് ഈ പ്ലസ് ഉള്ളത് അല്ലേ? കണ്ടോ, 3 പ്ലസ് എ അല്ലേ? അപ്പൊ രണ്ടാളുടെ ഇടയിലാണുള്ളത്. അപ്പൊ ബൈനറി പ്ലസും ഇത് മൾട്ടിപ്ലിക്കേഷനും. ആർക്കാണ് പ്രയോറിറ്റി? മൾട്ടിപ്ലിക്കേഷൻ ആണോ അതോ പ്ലസിനാണോ പ്രയോറിറ്റി വരുന്നത്? പ്രസിഡൻസ് ഹൈ ആയിരിക്കാണ്. ആർക്കാണ്? ഇൻറ്റു ആണോ അല്ലെങ്കിൽ പ്ലസ് ആണോ പ്രയോറിറ്റി കൂടുതൽ? ആർക്കാണ് പ്രയോറിറ്റി പറഞ്ഞേ? ആ ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണ് പ്രയോറിറ്റി. സോ എന്ത് ചെയ്യും? എ ഇൻറ്റു ബി ചെയ്യും. എ ഇൻറ്റു ബി മീൻസ് 2 ഇൻറ്റു 4 8 ചെയ്യും. അത് ചെയ്തിട്ട് എന്ത് ചെയ്യും? പ്ലസ് 3 ചെയ്യും. സോ ആൻസർ വിൽ ബി സി ഈക്വൽ ടു 11. ഓക്കെ, നെക്സ്റ്റ് കേസിൽ ഡി ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ 2. ഇവിടെ രണ്ട് ഡിവിഷൻ ആണ് അല്ലെ? ഡിവിഷൻ തന്നെയാണ്. സോ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ ഇപ്പൊ ഡിവിഷൻ ആണ്, അവിടെ ഇൻറ്റു വന്നാലും കുഴപ്പമില്ല, സെയിം ലെവലാണ്. ഡിവിഷൻ എന്ന് പറയുന്നത് സെയിം ലെവലാണ്. സോ എങ്ങനെ അങ്ങോട്ട് പോയാൽ മതി? അസോസിയേറ്റിവിറ്റി നോക്കിയാൽ മതി, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക്. അപ്പൊ അവിടെ ആ ഒരു ക്വസ്റ്റ്യനിൽ ഡിവിഷനും ഇൻറ്റു വന്നാലും കുഴപ്പമില്ല, കാരണം ഡിവിഷനും ഇൻറ്റുവും സെയിം പ്രസിഡൻസ് ആണ്. ഓക്കെ, സോ എവിടെ നിന്ന് അങ്ങോട്ട് പോവുക? ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ബി ബൈ എ ചെയ്യും. ബി ബൈ എ എന്ന് പറഞ്ഞാൽ 4/2 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 2 ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ലെഫ്റ്റ് നിന്ന് റൈറ്റിൽ ആദ്യം ഈ ഡിവിഷൻ ചെയ്യുക, അതിന്റെ റിസൾട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡിവിഷൻ ചെയ്യുക.
ഓക്കെ, നെക്സ്റ്റ് എന്താ? സി ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു 4. അവിടെ എന്താ ബ്രാക്കറ്റ് വന്നു. നമ്മൾ മാത്സിലൊക്കെ പഠിച്ച പോലെ ബോഡ്മാസ് റൂൾ. ഓക്കെ, ബ്രാക്കറ്റിന് എപ്പോഴും ഹൈ പ്രയോറിറ്റി ആണ്. ഓക്കെ, ഏത് ബ്രാക്കറ്റ് ആണെങ്കിലും ഹൈ പ്രയോറിറ്റി ആണ്. സോ ഫസ്റ്റ് ബ്രാക്കറ്റ് ഉള്ളത് ചെയ്തിട്ട്, അവിടെ പ്ലസ് ആണ്, ഇവിടെ ഇൻറ്റു ആണ്. നമുക്കറിയാം ഇൻറ്റുവിനാണ് പ്രയോറിറ്റി. ബട്ട് ഈ പ്ലസ് എവിടെയാ കിടക്കുന്നത്? ബ്രാക്കറ്റിൽ കിടക്കുന്നത് കൊണ്ട് അതിന് പ്രയോറിറ്റി ഉണ്ട്. സോ എ പ്ലസ് ബി ബ്രാക്കറ്റിലാണ്. സോ 6 ആവും. 6 ഇൻറ്റു 4 24. ഓക്കെ, ഇങ്ങനെയാണ് എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത് എക്സ്പ്രഷൻ ഇവാലുവേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ടേബിൾ അറിയണം. ടേബിളിൽ പ്രസിഡൻസും അസോസിയേറ്റിവിറ്റി അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് കാണിക്കുന്നതാണ് ബേസിക് ആയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും. ഫസ്റ്റ് കാണിക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, എഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, ബേസിക് ആയിട്ട് വരുന്ന അരിത്തമെറ്റിക്. നെക്സ്റ്റ് എന്താണ് കാണിക്കുന്നത്? നെക്സ്റ്റ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ് അല്ലെ? എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, എക്സ് ഈക്വൽ ടു വൈ എക്സാമ്പിൾ, അതായത് വൈയിലുള്ള വാല്യൂ എന്താണോ അത് എക്സിലോട്ട് കൊണ്ടുവച്ചു, കോപ്പി ചെയ്തു, അതാണ് എക്സ് ഈക്വൽ ടു വൈ. ഇനി എക്സ് പ്ലസ് ഈക്വൽ ടു വൈ, അത് ഷോർട്ട് ഹാൻഡ് മെത്തേഡ് ആണ്. എക്സ് പ്ലസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഓക്കെ, ദിസ് ഇസ് എ ഷോർട്ട് ഹാൻഡ് മെക്കാനിസം. സിയിൽ പഠിച്ചിട്ടുണ്ടാവും, ഷോർട്ട് ഹാൻഡ്സ് എന്നുള്ളൊരു സെക്ഷനിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. എക്സ് പ്ലസ് ഈക്വൽ ടു, അതായത് ഓപ്പറന്റ് ഓപ്പറേറ്റർ പ്ലസ് ആണ്, ഈക്വൽ ടു നെക്സ്റ്റ് ഓപ്പറന്റ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ട് വരണം. ഓക്കെ, അതുപോലെ എക്സ് മൈനസ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. ഓക്കെ, അതായത് എന്താണ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള എക്സിന്റെ വാല്യൂ മൈനസ് വൈയുടെ വാല്യൂ ചെയ്യുക. ആ റിസൾട്ട് ആണ് എക്സിലോട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ എക്സ് ഇൻറ്റു ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈക്വൽ ടു എക്സ് സ്റ്റാർ വൈ. ഓക്കെ, എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് എ റിസൾട്ട്. ആ റിസൾട്ട് ആയിരിക്കണം എക്സിലുള്ള ന്യൂ വാല്യൂ, അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് എക്സ്. അതുപോലെ ഡിവൈഡ് ബൈ, എക്സ് ഡിവൈഡഡ് ബൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് ബൈ വൈ. അതുപോലെ തന്നെ മോഡുലസ്. ഇത് അസൈൻമെന്റിന്റെ ഷോർട്ട് ഹാൻഡ് ആണ്. നോർമലി അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഓപ്പറേറ്ററിനെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്, എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളത്. അത് ഷോർട്ട് ഹാൻഡ്സ് ആയിട്ട് നമ്മൾ അരിത്തമെറ്റിക്കിന്റെ കൂടെ യൂസ് ചെയ്യും. നെക്സ്റ്റ് ആണ് നമുക്ക് എന്ത്? ലോജിക്കൽ വരുന്നത്. റിലേഷണലും ലോജിക്കലും ആണ് ഇനി പഠിക്കാനുള്ളത്. സോ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പാരിസൺ ഓപ്പറേറ്റർ, ഈക്വൽ ഈക്വൽ. ഓക്കെ, ഇത് സിയിലുള്ളത് പോലെ തന്നെ ഈക്വൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ 5 ഈക്വൽ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എന്ന് പറഞ്ഞ വാല്യൂ അതുപോലെ 8 എന്ന് പറഞ്ഞ വാല്യൂ ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. നമുക്കറിയാം 5ഉം 8ഉം ഈക്വൽ അല്ല. സോ ഇറ്റ് റിട്ടേൺസ് എന്താണ്? ഫാൾസ്. അതായത് ജനറലി പറയുകയാണെങ്കിൽ എ ഈക്വൽ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള വാല്യൂവും ബിയിലുള്ള വാല്യൂവും കൂടെ കമ്പയർ ചെയ്യും. ഇഫ് ദേ ആർ ഈക്വൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ. ഓക്കെ, അതർവൈസ് ഫാൾസ്. പിന്നെ 3 ഈക്വൽ വരുന്നത് ചെക്സ് ഫോർ ബോത്ത് വാല്യൂ ആൻഡ് ടൈപ്പ് ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, എക്സ് ഈക്വൽ ടു 5 അത് ഇൻഡിജർ ആണ്. വൈ ഈക്വൽ ടു ഡബിൾ കോഡ്സിലാണ് 5 കൊടുത്തത്. ഡബിൾ കോഡ്സ് 5 കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ എക്സ് ഈക്വൽ ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ അവരെന്താണ് അവിടെ കമ്പയർ ചെയ്യുന്നത്? വാല്യൂ കമ്പാരിസൺ ചെയ്യുന്നത് കൊണ്ട് ട്രൂ ആയിരിക്കും. ബട്ട് എക്സ് ട്രിപ്പിൾ ഈക്വൽ 3 ഈക്വൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ അവര് ടൈപ്പ് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് ഫോൾസ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ വരുന്നത് നോട്ട് ഈക്വൽ ആണ്. നോട്ട് ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത്രയാണ് കമ്പാരിസൺ വരുന്നത്, കമ്പാരിസൺ ഓപ്പറേഷൻ വരുന്നത്. ഇത് എപ്പോഴാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ പ്രോഗ്രാമിംഗ്, ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ അങ്ങനെയൊക്കെ കാണാൻ പറയുമ്പോൾ നമുക്ക് ലൂപ്പ് പഠിക്കാനുണ്ട്, if else ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വരുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ആൻഡ്, ഓർ, നോട്ട് മൂന്നായിട്ടാണ്. നമ്മൾ ഈ കമ്പാരിസൺ ഒക്കെ ചെയ്യുമ്പോൾ, ഓക്കെ, 2 കമ്പാരിസൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ആൻഡും ഓറൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, നോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് റിവേഴ്സ്. നോട്ട് ട്രൂ എന്ന് പറയുന്നത് നമുക്ക് ഫോൾസ് ആക്കി കിട്ടും. നോട്ട് ഫോൾസ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് കിട്ടും, ഓപ്പോസിറ്റ്. ഇതിന്റെ ഒക്കെ റിസൾട്ട് ഐദർ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും.
ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ റിസൾട്ട് എപ്പോഴും ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. കമ്പാരിസന്റെ റിസൾട്ടും ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും റിസൾട്ട്. ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇവിടെ x ഈക്വൽ ടു 6 y ഈക്വൽ ടു 3 ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കി x ലെസ് ദാൻ 10 ഇതൊരു കമ്പാരിസൺ ആണ്. y ഗ്രേറ്റർ ദാൻ 1 ഇത് അനദർ കമ്പാരിസൺ. അപ്പൊ ഈ രണ്ട് കമ്പാരിസണെയും എന്ത് ജോയിൻ ചെയ്തു? ആൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. അതിനർത്ഥം എന്താണ്? ആൻഡിന്റെ കേസിൽ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് എന്ത് വരുള്ളൂ? ട്രൂ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ബോത്ത് കണ്ടീഷൻസ് എക്സ് ലെസ് ദാൻ 10 ട്രൂ ആവണം, y ഗ്രേറ്റർ ദാൻ 1 ട്രൂ ആയാൽ മാത്രമേ നമുക്ക് ടോട്ടൽ റിസൾട്ട് ട്രൂ ആയിട്ട് വരുള്ളൂ. ഇനി ഓറിന്റെ കേസിൽ സെയിം ഇതുപോലെ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഓർ ആണെങ്കിൽ ഇതിനർത്ഥം ഐദർ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഐദർ ഓഫ് ദ കണ്ടീഷൻ എന്തായാൽ മതി? ട്രൂ ആയാൽ മതി. ഓക്കെ, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ തന്നെ ടോട്ടൽ റിസൾട്ട് നമുക്ക് എന്താവും? ട്രൂ ആയിട്ട് കിട്ടും. അതാണ് ആൻഡ് ഓപ്പറേറ്ററും ഓർ ഓപ്പറേറ്ററും തമ്മിലെ ഡിഫറൻസ്. ആൻഡ് ആവുമ്പോൾ നമ്മൾ അവിടെ കൊടുത്ത എല്ലാ കണ്ടീഷൻസും എന്താവണം? ട്രൂ ആവണം. ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ തന്നെ റിസൾട്ട് എന്ത് കിട്ടും? ട്രൂ ആയിട്ട് കിട്ടും. പിന്നെ ഇവിടെ നോട്ടിന്റെ കേസ് നോക്കൂ. ഇപ്പൊ നോട്ട് ഓഫ് ഇവിടെ എന്താ പറഞ്ഞത്? എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, എക്സിന്റെ വാല്യൂ 6 ആണ്, വൈയുടെ വാല്യൂ 3 ആണ്. സോ 6 ഈക്വൽ ടു 3 എന്ന് പറയുമ്പം എന്താണ് ആൻസർ? ശരിക്കും പറഞ്ഞാൽ ഫോൾസ് ആണ്. 6 ഈക്വൽ ടു 3 തെറ്റാണ്, ഫോൾസാ. ബട്ട് ആ ഫോൾസിന് നമ്മൾ നോട്ട് കൊടുക്കുമ്പം എന്താണ്? നോട്ട് ഓഫ് ഫോൾസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ തിരിച്ചാണെങ്കിൽ നോട്ട് ഓഫ് ട്രൂ. ഇപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ എക്സിന്റെ വാല്യൂ 3 ആണ്, വൈയുടെ വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പൊ 3 ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ആ വാല്യൂ ട്രൂ ആണ്. ബട്ട് നോട്ട് ഓഫ് ട്രൂ എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് വരും? ഫോൾസ് വരും. ഓക്കെ, അതാണ് നോട്ട്. നോട്ട് നോർമലി നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിക്കില്ല. ഇതിപ്പോ രണ്ട് എക്സ്പ്രഷന് ഒക്കെ ജോയിൻ ചെയ്യാനാണ്. ഇവിടെ ഒരു കമ്പാരിസൺ ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ആയിട്ട് വരുന്ന ജാവാസ്ക്രിപ്റ്റ്. സെയിം ആസ് സി തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ വിത്ത് ഷോർട്ട് ഹാൻഡ്സ്, കമ്പാരിസൺ, ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇത്രയും ഓപ്പറേറ്റേഴ്സ്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഇത്രയും എക്സാമ്പിൾസ് പറഞ്ഞിട്ട് അവർ നിർത്തിയിട്ടുണ്ട്. ബട്ട് ഇതും കൂടി അറിഞ്ഞിരിക്കുക. ബിക്കോസ് എന്താ വെച്ചാൽ പ്രോഗ്രാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഈ ഓപ്പറേറ്റേഴ്സിന്റെ ആവശ്യം ഉണ്ടാവും. ഓക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് എല്ലാവരും. ഓക്കെ ആണോ? ഹലോ, അജ്മൽ, അനഘ, അനുഗ്രഹ്, ദേവിക, നഫ, സഹല, വിഷ്ണു, വൈഷ്ണവി, ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഓക്കെ ടേണറി ഓപ്പറേറ്റർ. ഓക്കെ, ടേണറി ഓപ്പറേറ്റർ എന്നും കൂടെ അതിൽ പറയും. അതായത് മൂന്ന് സെറ്റ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് തന്നെ ടേണറി ഓപ്പറേറ്റർ എന്നും കൂടെ പറയാൻ പറ്റും. സി പഠിച്ചതുപോലെ തന്നെയാണ്. ഒരു കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂ, ഫോൾസ് ആണെങ്കിൽ വേറൊരു വാല്യൂ. ഓക്കെ, സോ അതിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ജാവാസ്ക്രിപ്റ്റിലെ എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ ഇവിടെ എന്താണ് ഒരു ഏജ് ഇൻപുട്ട് ചെയ്യും. ഏജ് ഇൻപുട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡിസ്പ്ലേസ് വെദർ ഐ ക്യാൻ വോട്ട് ഓർ നോട്ട്. വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. ഓക്കെ, സോ അത് ഈഫ് ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈഫിന് പോലെ തന്നെ സിമ്പിൾ ഈഫിന്റെ അതേ ഈക്വലന്റ് ആണ് ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നോക്കാം. HTML ബോഡി ഓപ്പൺ ചെയ്തു. പാരഗ്രാഫ് ടാഗിൽ ഇൻപുട്ട് യുവർ ഏജ് ആൻഡ് ക്ലിക്ക് ദ ബട്ടൺ, ആ ഒരു മെസ്സേജ് അവിടെ കൊടുത്തു. ദെൻ ഇൻപുട്ട് ID ഈക്വൽ ടു ഏജ്, വാല്യൂ ഈക്വൽ ടു 18. അതായത് നിങ്ങൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനൊരു ID കൊടുത്തു. ID ഏജ് എന്ന് പറഞ്ഞു കൊടുത്തു. ID എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ എത്രയാണോ ആ വാല്യൂനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ വാല്യൂ ഈക്വൽ ടു ഡിഫോൾട്ട് ആയിട്ട് ഞാൻ അവിടെ വാല്യൂ 18 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 18 നിങ്ങൾക്ക് ഇറേസ് ചെയ്തിട്ട് യു ക്യാൻ ടൈപ്പ് എനി വാല്യൂ ദർ. ഓക്കെ, ജസ്റ്റ് അവിടെ 18 എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് ബട്ടൺ ഓൺ ക്ലിക്ക് ഈക്വൽ ടു മൈ ഫംഗ്ഷൻ. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, ട്രൈറ്റ് എന്നാണ് ബട്ടന്റെ പേര്. ഓക്കെ, ബട്ടന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്താ? ട്രൈറ്റ്. ഓക്കെ, PID ഈക്വൽ ടു ഡെമോ. നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ക്രിയേറ്റഡ് അനദർ ID.
ഓക്കെ, ഒരു അനദർ ഐ ഡി ക്രിയേറ്റ് ചെയ്തു പാരഗ്രാഫ് ടാഗിൽ ഡെമോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ക്രിപ്റ്റിൽ എന്താണ് ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടാസ്ക് പെർഫോം ചെയ്യണം. ആ ടാസ്ക് ഞാൻ കൊടുത്തത് മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്. സോ ഫംഗ്ഷൻ ഇസ് എ കീവേഡ്. ഓക്കെ, സ്പേസ് ഫംഗ്ഷന്റെ പേരെന്താ കൊടുത്തത്, മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്, അവിടെ പാരാമീറ്റർ ഒന്നും എടുക്കുന്നില്ല. അതിന്റെ ഉള്ളിൽ രണ്ട് വാരിയബിൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. വാരിയബിൾ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിളും അതുപോലെ വോട്ടബിൾ എന്ന് പറഞ്ഞൊരു വാരിയബിളും. ഓക്കെ, എന്താ ചെയ്തേ, ഏജ് ഈക്വൽ ടു, ഓക്കെ നമുക്ക് ഇവിടെ കൊടുത്ത ഏജ് കിട്ടണം. ഡിഫോൾട്ട് അവിടെ 18 ഉണ്ട്. ഓക്കെ, അതല്ലാതെ യൂസർ എന്താണ് അവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്, 18 മാറ്റിയിട്ട് നിങ്ങൾ എന്താണ് അവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് അത് റിട്രീവ് ചെയ്യണം. ഓക്കെ, അപ്പോ ഏജ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഏജ് ഡോട്ട് വാല്യൂ. ഈ ഏജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അത് ഐ ഡി ആണ്. ഓക്കെ, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റിന് ഐ ഡി വെച്ചിട്ട് എനിക്ക് റിട്രീവ് ചെയ്യണം. ഏത് ഐ ഡി വെച്ചിട്ട് റിട്രീവ് ചെയ്യണേ, ഏജ് ആരുടെയാണ്, ഈ ഫീൽഡിന്റെ ആണ്. ഈ ഫീൽഡാണ് ഐ ഡി ഏജ് എന്ന് പറയുന്നത്. സോ ഏജ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വാല്യൂ എനിക്ക് റിട്രീവ് ചെയ്യും. ഓക്കെ, വാല്യൂ എനിക്ക് റിട്രീവ് ചെയ്ത് കിട്ടും. ആ വാല്യൂ എവിടെയാണ് ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ളത്, ഏജ് എന്ന് പറഞ്ഞൊരു വാരിയബിൾ, ജസ്റ്റ് ലോക്കൽ വാരിയബിൾ ആണ് ഏജ്. ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രം വരുന്ന ഒരു വാരിയബിൾ ആണ് ഏജ്. ഓക്കെ, ഇനി വോട്ടബിൾ, ദാറ്റ് ഇസ് ഓൾസോ അനദർ വാരിയബിൾ ഇൻസൈഡ് ദിസ് ഫംഗ്ഷൻ. വോട്ടബിൾ ഈക്വൽ ടു എന്താണ് കണ്ടീഷൻ, നമുക്ക് ഏജ് കിട്ടി, ആ ഏജ് ലെസ് ദാൻ 18 ആണെങ്കിൽ ടു യങ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കണം. ഓക്കെ, ലെസ് ദാൻ 18 ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, നിങ്ങൾക്ക് അവിടെ എന്താ ഡിസ്പ്ലേ ആവേണ്ടത്, ടു യങ്. ഓക്കെ, അല്ല കോളൻ, അല്ലെങ്കിൽ അതായത് ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ ഓൾഡ് ഇനഫ്. ഇങ്ങനെ രണ്ടെണ്ണാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ആവേണ്ടത്. 18 ബിലോ ആണെങ്കിലും 18 ഗ്രേറ്റർ ആണെങ്കിലും രണ്ട് വാല്യൂ. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഓക്കെ, ഒരു വാരിയബിൾ ഈക്വൽ ടു സം കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ട്രൂ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കോളൻ, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം. ഓക്കെ, ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഓക്കെ, സോ അതെനിക്ക് കിട്ടിയപ്പോ ഇവിടെ ഞാനിപ്പോ 21 ആണെങ്കിൽ അടിച്ചതെങ്കിൽ 21 ലെസ് ദാൻ 18 ആണോ നോക്കും, ഫോൾസ് ആണ്. സോ ഓൾഡ് ഇനഫ് എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്പ്ലേ ആവേണ്ടത്. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഡെമോ. ഓക്കെ, ഡെമോ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ് എനിക്ക് ഡിസ്പ്ലേ ആവേണ്ടത്. സോ അതിന് ഞാനൊരു പാരഗ്രാഫ് ഐ ഡി കൊടുത്തിട്ടുണ്ട്, ഡെമോ ഡോട്ട് ഇന്നർ HTML എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണ്ടന്റ് ഈക്വൽ ടു എന്താണ്, വോട്ടബിൾ. നമ്മൾ ഈ റിസൾട്ട് ഈ വോട്ടബിളിൽ ഉണ്ട്. ഓക്കെ, ഈ സ്ട്രിങ് ആയിട്ടുള്ള റിസൾട്ട് ഇവിടെ ഉണ്ട്, വോട്ടബിൾ ഉണ്ട്. വോട്ടബിൾ പ്ലസ് ടു വോട്ട് എന്നും കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അതായത് ഒന്നിക്ക് ടു യങ് ടു വോട്ട് എന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ ഓൾഡ് ഇനഫ് ടു വോട്ട് എന്ന് പറഞ്ഞു വരും. സ്ക്രിപ്റ്റ് ക്ലോസ്, ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. സോ നമ്മൾ അടിക്കുന്ന വാല്യൂവിനനുസരിച്ച് ട്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ടു വോട്ട് എന്തായാലും ഉണ്ടാവും. അതിന്റെ കൂടെ ആ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ വർക്ക് ചെയ്യും. ഇത് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലാതെ നമുക്ക് ഈ ഫെൽസ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് പഠിക്കാം, ആദ്യം നമ്മൾ പഠിച്ചിട്ടില്ല. സോ ബിഫോർ ദാറ്റ്, അതിന് മുന്നേ കണ്ടീഷണൽ ഓപ്പറേറ്റർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ക്ലിയർ ആണോ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഒന്ന് മെസ്സേജ് ചെയ്ത എല്ലാവരും ക്ലിയർ ആണോ. ഓക്കെ, സ്ക്രിപ്റ്റ് എഴുതേണ്ട ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കണം, ബിക്കോസ് ഇത് നിങ്ങൾക്ക് ചിലപ്പം ഇതുപോലെ ചോദിക്കാം. അപ്പോൾ ഇവിടെ ടാസ്ക് മാറും. ഓക്കെ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന രീതിയിലാവാം. ഓക്കെ, അപ്പൊ രണ്ട് നമ്പർ ഇൻപുട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ രണ്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ യൂസർ ഇന്റർഫേസ് വഴി ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ആ ക്രിയേറ്റ് ചെയ്തത്, അതുപോലെ ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ രണ്ടിൽ വാല്യൂ വരുമല്ലോ, ആ രണ്ട് വാല്യൂ ഇവിടെ റിട്രീവ് ചെയ്യണം ഡോട്ട് വാല്യൂ വെച്ചിട്ട്. ഓക്കെ, v1 v2 എന്ന് പറഞ്ഞിട്ട് രണ്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യണം, വാരിയബിൾ വെച്ചിട്ട് റിട്രീവ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അഡീഷൻ ആണ് ചെയ്യേണ്ടത് അല്ലെ. v1 പ്ലസ് v2 ചെയ്തിട്ടുള്ള റിസൾട്ട് ഇതാ ഇതുപോലെ ഒരു ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി വെച്ചിട്ട് ആ ഡെമോയിലേക്ക് റിസൾട്ട് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഇതുപോലത്തെ ഒരു യൂസർ ഇന്റർഫേസിന്റെ സിന്റാക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ആകെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഐ ഡി കൊടുക്കണം, ഓൺ ക്ലിക്ക് കൊടുത്തിരിക്കണം, പിന്നെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരു ഐ ഡി കൊടുത്തേക്കുക, പിന്നെ ഈ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, ഈ സിന്റാക്സ് ഇന്നർ HTML വരുന്നതും അതുപോലെ കണ്ടോ ഡോട്ട് വാല്യൂ എന്നൊക്കെ പറഞ്ഞു വരുന്നത്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് വാല്യൂ റിട്രീവ് ചെയ്യുന്നതും ഡിസ്പ്ലേ ആവുന്നതും.
ഇത്ര പഠിച്ചാൽ മതി. അങ്ങനെ പിന്നെ ബാക്കി നമുക്ക് ഫാക്ടോറിയലിന്റെ ഒക്കെ കോഡിങ് ഓൾറെഡി സിന്റെ കോഡ് തന്നെയാണ്. ലോജിക്കലി വ്യത്യാസം വരില്ല. ഈ ഒരു സിന്റാക്സ് മാത്രമേ മാറുള്ളൂ. നെക്സ്റ്റ് എന്താണ് മാത്ത് ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ എന്തുണ്ട്, മാത്ത് ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, സൈന്, കോസ്, ഫ്ലോർ, റൗണ്ട്, മാക്സ്, ഇങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഈ ഒരു മാത്ത് ഒബ്ജക്റ്റിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുക നമുക്ക് നോക്കാം. മാത്ത് ഒബ്ജക്റ്റ്. ഓക്കെ, നമ്മൾ സിയിൽ പഠിച്ച പോലെ നമുക്ക് ഇതിലും അതുപോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് മാത്ത് ഒബ്ജക്റ്റ് മാത്ത് ഡോട്ട് പൈ. ഓക്കെ, മാത്ത് ഡോട്ട് പൈ റിട്ടേൺസ് പൈ എന്ന് പറയുന്നു. ഓക്കെ, പൈയുടെ വാല്യൂ എങ്ങനെ റിട്ടേൺ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ദെൻ മാത്ത് ഡോട്ട് പൈ റിട്ടേൺസ് പൈ, ഐ ഡി കൊടുത്തു. അതുപോലെ മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 60 കാണണം. ഓക്കെ, ഇതൊക്കെ എങ്ങനെ കാണുവാൻ നോക്കാം. അതിനൊരു ഐ ഡി കൊടുത്തു. ഐ ഡി കൊടുത്തതിന് വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഡിസ്പ്ലേ ആവണം. ഓക്കെ, പൈയുടെ വാല്യൂ ഡിസ്പ്ലേ ആവണം, ഇവിടെ സ്ക്വയർ റൂട്ടും ഡിസ്പ്ലേ ആവണം. സോ സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ എങ്ങനെയാണ് നമുക്ക് കൊടുക്കുക, വേർ എക്സ് ഈക്വൽ ടു എന്താണ്, മാത്ത് ഒബ്ജക്റ്റ് ആണ് ഡോട്ട് പൈ, കാരണം അതിൽ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഡോട്ട് പൈ എന്ന് ക്യാപിറ്റൽ ആയി കൊടുത്തു കഴിഞ്ഞാൽ പൈയുടെ വാല്യൂ നമുക്ക് എക്സിലോട്ട് വരും. ഓക്കെ, പൈ PI ക്യാപിറ്റൽ ആണ്. അതുപോലെ y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് കാണണം അല്ലെ. സോ മാത്ത് ഡോട്ട് സ്ക്വയർ റൂട്ടിന്റെ ഫംഗ്ഷൻ SQRT ആണ് ഓഫ് 16. ഇതുപോലെ സിയിലും ഉണ്ടായിരുന്നല്ലോ SQRT ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഹാഷ് ഡിഫൈൻ പൈയുടെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാത്ത് ഡോട്ട് SQRT. അതുപോലെ സിയിൽ നമുക്ക് ഒരു ഹെഡർ ഫയലാണ് ഉണ്ടായത്. മാത്ത് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലാണ് സൈനും കോസും എല്ലാം ഉള്ളത്. സോ ഇവിടെ നമുക്ക് മാത്ത് ഈസ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒബ്ജക്റ്റ് ആണ് നമുക്ക് കുറെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും തരുന്നത്. ഓക്കെ, അപ്പൊ മാത്ത് ഡോട്ട് SQRT ഓഫ് 16 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 16 4 എന്നുള്ള വാല്യൂ വൈയിലോട്ട് വരും. ഇനി എനിക്ക് എന്താ വേണ്ടത്, എക്സും വൈയും ഡിസ്പ്ലേ ആവണം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇന്നർ HTML യൂസ് ചെയ്യണം. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID പൈ ഡെമോ എന്ന് പറഞ്ഞാൽ ഈ ഐഡിയുടെ പേര്. പൈ ഡെമോ ഡോട്ട് ഇന്നർ HTMLന്റെ വാല്യൂ എന്താണ്, എക്സ് ആണ്. ഓക്കെ, കാരണം എക്സിലാണ് പൈയുടെ വാല്യൂ ഉള്ളത്. സോ അതവിടെ കൊടുത്തു. അടുത്തത് നമുക്ക് സ്ക്വയർ റൂട്ട് SQRT ഡെമോ എന്നും പറഞ്ഞിട്ടുള്ള ID ആണ്. അതിലോട്ട് എന്ത് കൊടുക്കുക, വൈ കൊടുക്കുക. സോ മാത്ത് ഡോട്ട് പൈ റിട്ടേൺസ് പൈ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈൻ കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 3.14 പൈയുടെ വാല്യൂ കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 16ന്റെ വാല്യൂ 4 നെക്സ്റ്റ് ഡിസ്പ്ലേ കിട്ടും. സോ ഇതാണ് മാത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചോദിക്കുക ജാവാസ്ക്രിപ്റ്റിൽ? ഒന്നിക്കൽ നിങ്ങളുടെ അടുത്ത് സൈൻ വാല്യൂന്റെ ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പൊ നമ്മൾ അവിടെ മാത്ത് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്ത് ഡോട്ട് സൈൻ ഓഫ് എക്സ് കൊടുത്താൽ മതി. ഓക്കെ, സൈൻ 30 ആണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചതെങ്കിൽ മാത്ത് ഡോട്ട് സൈൻ ഓഫ് 30. അങ്ങനെ എല്ലാ ട്രിഗ്നോമെട്രിക്കും നമുക്ക് ഇതിൽ ചെയ്യാം. അതുപോലെ ഫ്ലോർ ഫംഗ്ഷൻ എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. എന്നും വേണ്ട, ജസ്റ്റ് മാത്ത് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫംഗ്ഷന്റെ പേര് കൊടുത്താൽ മതി, പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. പിന്നെ പൈ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. സോ അത് കോൺസ്റ്റന്റ് ആണ്, ക്യാപിറ്റലിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, മാത്ത് ഡോട്ട് പൈ. ഓക്കെ, ഇതാണ് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മാത്ത് ഒബ്ജക്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമ്പർ ഒബ്ജക്റ്റ്. ഓക്കെ, അടുത്തതാണ് മാത്ത് ഒബ്ജക്റ്റ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിലുണ്ട്. അതുപോലെ നമുക്ക് നമ്പർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റും ഉണ്ട്. അപ്പൊ ഇവിടെയും എന്തുണ്ടാവും, കുറെ പ്രോപ്പർട്ടിയും അതിന്റെ വാല്യൂസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ വരുന്നതാണ് മാക്സ് വാല്യൂ, മിൻ വാല്യൂ, നാൻ, പോസിറ്റീവ് ഇൻഫിനിറ്റി, നെഗറ്റീവ് ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈയുടെ വാല്യൂ ഇവിടെയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്പർ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പൈയുടെ വാല്യൂ. ഓക്കെ, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാർജസ്റ്റ് വാല്യൂ ഓൺ ദ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ലാർജസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാല്യൂ ഏതാണ്, അതാണ് മാക്സ് വാല്യൂ. അതുപോലെ തന്നെ മിനിമം വാല്യൂ. പിന്നെ NaN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എ നമ്പർ. ഓക്കെ, നോട്ട് എ നമ്പർ, അതാണ് NaNന്റെ വാല്യൂ. നെഗറ്റീവ് ഇൻഫിനിറ്റി, മിനിമം വാല്യൂ നമുക്കറിയാം. ഓക്കെ, ഒരു മെഷീനിലുള്ള ഒരു മിനിമം വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ അത് നെഗറ്റീവ് ഇൻഫിനിറ്റി. ഓക്കെ, പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ നമുക്കറിയാം. ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന ഒരു മാക്സിമം വാല്യൂ എന്താണ്,
നമുക്ക് ഇതിലുണ്ടാവും, ഡിഫൈൻഡ് ആയിരിക്കും. അതിലും ഗ്രേറ്റർ വാല്യൂ ആണ് പോസിറ്റീവ് ഇൻഫിനിറ്റി ആയിട്ട് പറയുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് വേരിയബിൾസും പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നതാണ് നമ്പർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ. എല്ലാം ഒബ്ജക്റ്റ് ആണ്, ക്ലാസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല, എല്ലാം ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിലാണ് പ്രോപ്പർട്ടീസ് പറയുന്നത്. ഇതിൽ പറയുന്നത് ഇത് ജസ്റ്റ് നമ്പർ ഒബ്ജക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ വാല്യൂസ് പറഞ്ഞാൽ മതി. ഈ ഒരു വാല്യൂ ഒന്നും പഠിക്കേണ്ട. ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ എ നമ്പർ ഇൻ ജാവാസ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന ഏറ്റവും വലിയ പോസിബിൾ വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ, നോട്ട് എ നമ്പർ. നോട്ട് എ നമ്പർ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്തു, ഓക്കെ, ഇപ്പം 10 ഡിവൈഡഡ് ബൈ 0 ചെയ്തു, ഓക്കെ, 10 ഡിവൈഡഡ് ബൈ 0 നമുക്ക് ചെയ്യാൻ കമ്പ്യൂട്ടറിന് പറ്റില്ല, ഓക്കെ. സോ ദാറ്റ് റിസൾട്ട്സ് ഇൻ NaN, നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ വരും. അതാണ് NaN. കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഓക്കെ, ഡിവിഷൻ ബൈ 0, അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് അവരെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, NaN എന്ന് പറഞ്ഞിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, 10 ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് NaN എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്പ്ലേ ആവുക. ഓക്കെ, NaN എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നോട്ട് എ നമ്പർ. ഓക്കെ, അതാണ് NaNന്റെ വാല്യൂ. സോ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്പർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ ഈ പ്രോപ്പർട്ടി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ മാക്സ് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്പർ ഡോട്ട് മാക്സ് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ നമ്പർ ഡോട്ട് മിൻ വാല്യൂ, നമ്പർ ഡോട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി, അങ്ങനെ പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ, അതാണ് നമ്പർ ഒബ്ജക്റ്റ്. പിന്നെ നമുക്ക് നമ്പർ ഒബ്ജക്റ്റിൽ ഒരു മെത്തേഡ്, ഒരു ഫംഗ്ഷൻ ഉണ്ട്, ടു സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നമ്പറിനെ സ്ട്രിംഗ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ നിങ്ങൾ എന്താണോ കൊടുത്തത്, ഇപ്പൊ ഡബിൾ കോഡ്സിൽ 5 എന്ന് പറഞ്ഞ് കൊടുത്താലും അത് സ്ട്രിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്ട്രിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒബ്ജക്റ്റിലുള്ള മെത്തേഡാണ് ടു സ്ട്രിംഗ്. ഇപ്പൊ നോക്കൂ, വേർ പ്രൈസ് ഈക്വൽ ടു 427. ഓക്കെ, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ്, അതിലുള്ള വാല്യൂ എന്താണ് 427. പിന്നെ ഒരു വേരിയബിൾ str പ്രൈസ് എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. str പ്രൈസ് ഈക്വൽ ടു പ്രൈസ് ഡോട്ട് ടു സ്ട്രിംഗ് ഓഫ്. ഓക്കെ, എന്താണ് ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ 427 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഓക്കെ, ആ 427 എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? സ്ട്രിംഗിലേക്ക് കൺവേർട്ട് ചെയ്തു, ടു സ്ട്രിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഓക്കെ, എന്നിട്ട് ആ സ്ട്രിംഗിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ str പ്രൈസിലേക്ക് സേവ് ചെയ്യുന്നു. ഓക്കെ, അതിനാണ് ടു സ്ട്രിംഗ് മെത്തേഡ്. ഓക്കെ, ഒരു നമ്പറിനെ സ്ട്രിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്പർ ഒബ്ജക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ടേബിൾ ഓർത്ത് വെച്ചാലും മതി. അതുപോലെ ടു സ്ട്രിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഇത്രയും നമ്മൾ ടെക്സ്റ്റിലും പറയുന്നുള്ളൂ, ഓരോ സെക്ഷൻ ആക്കി പറയുന്നതാ. മാത്ത് ഒബ്ജക്റ്റ്, നമ്പർ ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രമാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ ഒബ്ജക്ട്സ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ പ്രിമിറ്റീവ്സ്, ഇത് ഒരു വലിയ സെക്ഷൻ ആണ്. പ്രിമിറ്റീവിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു ഡാറ്റ ടൈപ്പ് ഉണ്ട്. സ്ട്രിംഗ്, നമ്പർ, ബൂളിയൻ, അൺഡിഫൈൻഡ്, നൾ എന്നൊക്കെ പറയുന്നത് ഡാറ്റ ടൈപ്പാണ്. പിന്നെ നോൺ പ്രിമിറ്റീവിൽ നമ്മൾ ഒബ്ജക്റ്റ് പറഞ്ഞു. ഈ ഒബ്ജക്റ്റിലാണ് നമ്പർ ഒബ്ജക്റ്റ്, മാത്ത് ഒബ്ജക്റ്റ്, സ്ട്രിംഗ് ഒബ്ജക്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് പഠിക്കാൻ പോകുന്നത്. അല്ലാണ്ട് ഇത് ഓൾറെഡി ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സാണ്, നമ്പർ ഡാറ്റ ടൈപ്പ് ഒക്കെ. ഇനി ഈ ഒബ്ജക്റ്റിന്റെ അണ്ടറിലാണ് മാത്ത് ഒബ്ജക്റ്റും ഈ പറഞ്ഞ നമ്പർ ഒബ്ജക്റ്റും ഒക്കെ വരാൻ പോകുന്നത്. സ്ട്രിംഗ് ഒബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, സോ ഇത് മാറിപ്പോവരുത്. ദിസ് ഇസ് എ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, നമ്പർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒബ്ജക്ട്സിലാണ് ഇതൊക്കെ പറയുന്നത്. ഒബ്ജക്ട്സിൽ എന്തുണ്ടാവും? പ്രോപ്പർട്ടീസ് ഉണ്ടാവും കുറച്ച്. മനസ്സിലായോ? ക്ലിയർ ആണോ? എടുത്തത് ക്ലിയർ ആണോ? ഇപ്പൊ പഠിച്ചത് മുഴുവൻ സീൻ്റെ അതേ ടോപ്പിക്സ് ആണ്. അതിലാകെ ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള ഒരു കേസ് മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ, മാത്തും നമ്പറിലും. ബാക്കി ഓപ്പറേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ സി പോലെ തന്നെ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേ. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചാൽ മതി.
So attendance. Akash Raji, Abhinand, Abhinav, Adarsh, Advait, Ajmal, Present, Miss. Aghil, Anaga, Anjali, Anugrah, Atin, absent. Adul, Satin present. okay. Devika, Dilna, Masna, Jasna, Karthik, Kirtana, Sinan, Present, Miss. okay. Ijaz എന്താ? Ijaz absent. Nafa, Present, Miss. okay. Neha, Nitin, Present, ma'am. okay. Pranav A, Pranav C, Raiza, okay. Rasana, Riswin absent ആണോ? റോഷൻ, സഹല ബി, സഹല എൻ, സംഗീത്, സാരംഗ്, ഷാരുൺ, ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ. So absent is Ijaz, Riswin. ഇജാസാണ് എനിക്ക് 12 ഒരു കോൾ വന്നിട്ട് ലെഫ്റ്റ് ആയതാണ്. ഓക്കെ. റിസ്വിൻ ഉണ്ടാ? റിസ്വിൻ, സഹല ബി, ഷാരുൺ, ഷിറോണ. ഓക്കെ. സോ എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണേ. എല്ലാവരും വേഗം രജിസ്റ്റർ ചെയ്യാം. ഈവനിങ്ങിലെ പ്രോഗ്രാം എല്ലാവരും അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.